എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എയിംസ് വ്ലോഗ്. ഇന്ന് ഞങ്ങളുടെ യാത്ര വേളാങ്കണ്ണി പള്ളിയിലേക്കാണ്. രാവിലെ ഒരു ഏകദേശം 4:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഹൈ റേഞ്ച് വഴിയാണ് ഞങ്ങൾ പോയത്, കുമളി ആ ഒരു റൂട്ട്. പോകുന്ന വഴി പറയാനാണെങ്കിൽ അതിമനോഹരമായിരുന്നു കാഴ്ചകൾ. ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചിറ്റ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ ദേ വരുന്നു ഒരു ഗസ്റ്റ്, നമ്മുടെ കുരങ്ങച്ചാർ ആദ്യം വന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചില്ല് ഞങ്ങൾ താത്തിയേ ഇല്ല, കാരണം അത് ഞങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്ത കാറിൻ്റെയും ബസ്സിൻ്റെയൊക്കെ നേരെ അങ്ങോട്ട് ചാടിക്കയറി അവരുടെ സാധനത്തൊക്കെ പിടിച്ചു പറിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം പേടിച്ച് ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഞങ്ങളുടെ യാത്ര പതുക്കെ തുടർന്നു. അപ്പോഴാണ് അതിമനോഹരമായൊരു കാഴ്ച വന്നത്. അതെ, കോടമഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ ചിറ്റാക്കി കണ്ണൊക്കെ പതുക്കെ മൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അതുപോലെ ആയിരുന്നു ഇടക്ക് വെച്ചിട്ട്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഒരു ഷോർട്ട് റീലൊക്കെ എടുത്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് നീങ്ങിയത്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ചെക്ക് ബോർഡർ കഴിഞ്ഞു. പിന്നീട് നമ്മൾ എത്തിയത് ഹെയർപിൻ റൂട്ടിലേക്കായിരുന്നു. അവിടെ വളരെ സ്ലോയിലാണ് വണ്ടികളെല്ലാം പോയത്. ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഓവർടേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടൈം എടുത്തു. നമുക്ക് ഫ്രണ്ടിലുണ്ടായിരുന്ന കാർ ഓവർടേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എതിർ സൈഡിൽ കൂടി വണ്ടികളെല്ലാം വരുന്നുണ്ടായിരുന്നു. കാടും മലയും റോഡും എല്ലാം കൂടി ചേർന്ന് മെസ്മറൈസിങ് വ്യൂ തന്നെയായിരുന്നു. പക്ഷേ റിസ്ക്കാണ് അവിടെ നമുക്ക് വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാനായിട്ട്. കാരണം 2 ലൈൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിടാനോ അല്ലെങ്കിൽ ഒന്ന് പാർക്ക് ചെയ്തെടുക്കാനോ സ്പേസ് ഇല്ല. അപ്പോൾ അതേ വരുന്നുണ്ട് ഒരു പൈപ്പ്. അപ്പോഴാണ് ചിറ്റ പറഞ്ഞത് മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കിടത്തുന്ന പൈപ്പാണ് അതെന്ന്. അത് ഒരു പൈപ്പ് ലൈനിലൂടെയാണ് വെള്ളം പല ഗ്രാമങ്ങളിലേക്കും എത്തുന്നതെന്ന്. പിന്നീട് ഞങ്ങളിങ്ങനെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ട്രാൻസ്പോർട്ട് ബസ് വീണ്ടും നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന കാറ് പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് പോയി. ഈ ഒരു പിൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള ആ ഒരു റൂട്ടായിരുന്നു ഇത്. പക്ഷേ റിസ്കി ആണെങ്കിൽ കൂടി വളരെ മനോഹരമായ സൈറ്റ് സീൻ തന്നെയായിരുന്നു നമുക്കവിടെ കാണാൻ പറ്റിക്കൊണ്ടിരുന്നത്. പിന്നെ തമിഴ്നാട് എത്തിയെന്നുള്ളത് ട്രാൻസ്പോർട്ട് ബസ് കൊണ്ട് മാത്രമല്ല, നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു പ്രൈവറ്റ് ബസ് അങ്ങനെ കണ്ടു. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സ്വന്തം വേളാങ്കണ്ണി മാതാവിൻ്റെ ചാപ്പൽ കണ്ടു. വീണ്ടും നമ്മുടെ പൈപ്പ് ലൈൻ കണ്ടു. കാരണം ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നതാണ്. പിന്നീട് ഇപ്പോൾ വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോയമോൾ വിഹാനും ഒക്കെ പതുക്കെ വിശപ്പിൻ്റെ സിഗ്നൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിറ്റ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി സൈഡിൽ ഒതുക്കി ഇനി ഫുഡ് കഴിച്ചിട്ടാകാം യാത്രയെന്ന്. വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, ബ്രെഡും ചിക്കനും. അതുകൊണ്ട് ഞങ്ങൾ വഴി അവിടെ നിന്ന് കഴിച്ചു. പിന്നീട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കഴിച്ചത്. നല്ല സൂപ്പർ മീൽസ് ആയിരുന്നു. നോയമോൾ പക്ഷേ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ യാത്ര മുന്നോട്ട് പോയി നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ പ്ലേസിൽ എത്തി. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് അടുക്കാറായിട്ടുണ്ട്. മനസ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് വേളാങ്കണ്ണി മാതാവിനെ കാണാൻ വേണ്ടി വന്നത്. ഇപ്പോഴേ വീണ്ടും ഒരവസരം മാതാവ് വിളിച്ചു, നമ്മളെത്തി. ഇഹാനും എയ്ഡനും നോയയും ആദ്യമായിട്ടാണ് വേളാങ്കണ്ണി പള്ളി വരുന്നത്. നോയമോൾക്കുള്ള നേർച്ചയാണ് ഇപ്പം നമ്മൾ വേളാങ്കണ്ണി പള്ളി വരാനായിട്ടുള്ള പ്രധാന കാരണം തന്നെ. അങ്ങനെ ദൂരത്ത് നിന്ന് നമുക്ക് വേളാങ്കണ്ണി പള്ളി കാണാമായിരുന്നു. പക്ഷെ ചിറ്റ പറഞ്ഞു ഹോട്ടലിൽ പോയി റൂം എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് പള്ളിയിൽ പോകാമെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയി ഹോട്ടലിൽ റൂം എടുത്തു. റൂം അടിപൊളി തന്നെയായിരുന്നു. ഒരു നല്ല വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ള റൂം തന്നെയായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ പതുക്കെ ചെക്ക് ഇൻ ചെയ്തു. അപ്പം നോയയും വിഹാനും വീണ്ടും റൂം എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു ആദ്യം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റൂമിൻ്റെ അഡ്വാൻസ് എല്ലാം കൊടുത്തു, റൂം എൻ്റർ ചെയ്തു, നമ്മുടെ സാധനങ്ങളെല്ലാം വെച്ച് ഫ്രഷ് ആയതിനു ശേഷം ഒരു ഏകദേശം 6 മണിയോടുകൂടി നമ്മൾ പള്ളിയിൽ പോയി ആദ്യം പൂമാല വാങ്ങിച്ച് മാതാവിന് നേർച്ച സമർപ്പിച്ചു. പക്ഷേ മാതാവിൻ്റെ പള്ളിയുടെ അകത്ത് ഫോട്ടോയോ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ പൊക്കത്തെ പള്ളിയിൽ വന്ന് ഈശോയുടെ രൂപം ദൂരെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു കുളിർമ. അത് നമ്മളുടെ രക്ഷകൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന രീതി തന്നെയായിരുന്നു. പിന്നെ
അങ്ങനെയുള്ള വീഡിയോ എല്ലാം ഞാൻ പള്ളിയുടെ സംബന്ധിച്ച വീഡിയോ എല്ലാം ഷോർട്സിലിടാമെന്ന് വിചാരിച്ച് ലെങ്ത് വീഡിയോ ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന കുറച്ച് പോർഷൻ കൂടിയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. വരുന്ന വഴി സുനാമി ടവർ കണ്ടു, പിന്നെ കടുക് വിളവെടുക്കുന്ന ചേച്ചിമാരെ കണ്ടു, പിന്നെ ജമുന പ്യാരി ആടുകളെ കണ്ടു. തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു സൗന്ദര്യം റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആ പാടങ്ങളൊക്കെ വിളഞ്ഞു നിൽക്കുന്നതും അതുപോലെ വാടിക്കരിഞ്ഞ് നിൽക്കുന്നതും വിളവെടുപ്പിന് ശേഷമുള്ള ആ കാഴ്ചകളും കണ്ടു. പതുക്കെ ഞങ്ങൾ കുറച്ച് നാച്ചുറൽ ബ്യൂട്ടി ഒപ്പിയെടുക്കാവുന്ന രീതിയിൽ എടുത്തു. തിരിച്ച് വരുന്ന വഴി ഡിന്നർ കഴിച്ചു. പിന്നെ വണ്ടിയിൽ കിടന്ന് നല്ലതായിട്ട് ഉറങ്ങി. വീടെത്തിയപ്പോൾ ചിറ്റ വിളിച്ചപ്പോഴാണ് വീടെത്തിയെന്ന് അറിയണത്. അങ്ങനെ വളരെ മനോഹരമായി ഒരു ദിവസം 28-ാം തീയതി രാവിലെ പോയി 30-ാം തീയതി വെളുപ്പിനെ ഞങ്ങൾ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വേളാങ്കണ്ണി പള്ളിയിലേക്ക് മാതാവ് വിളിച്ചു, ഞങ്ങൾ പോയി. സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പറയാനുള്ളത്. സോ ടേക്ക് കെയർ, ബൈ.